ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കാം, ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവേദം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കുന്നതിനായി 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി 2 സവാള വളരെ നൈസായി അരിഞ്ഞത് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് നന്നായി വറുത്തെടുക്കാം. ഇതിൽ പകുതി ചിക്കനിലേക്കും പകുതി റൈസിലേക്കും ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് നന്നായി വറുത്തെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് നേരത്തെ ഉള്ളി വറുത്ത് വെച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളത്തിൻ്റെയും അളവെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2 ഗ്ലാസ് ജീരകശാല അരി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിനായി ഒരു പാത്രത്തിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായി വേവിച്ച് വെച്ച റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചതാണ്. ഇതൊരു കളറിന് വേണ്ടിയാണ്. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസെൻസ് വെള്ളത്തിൽ ചാലിച്ചാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച സവാള കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കനമുള്ള എന്തെങ്കിലും കയറ്റി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഒരു 20 മിനിറ്റ് കൂടി ഇതേപോലെ ഇരിക്കട്ടെ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടി പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.